സന്തോഷം ഏറ്റവും അവസാനം കലോത്സവത്തിൽ സംവിധാനം ചെയ്ത ഏത് വർഷമായിരുന്നു? എനിക്ക് 2000 മുന്നെയാണ്. അതിനുശേഷം ഇങ്ങോട്ട് നാടകം പിന്നെ ഞാൻ കുറച്ചും കൂടി സിനിമയിൽ സജീവമായല്ലോ. 2002 ഞാൻ ചെയ്തിട്ടുണ്ട്. 2005 അല്ലല്ല 2005 2009 ചെയ്തിട്ടുണ്ട്. സന്തോഷേട്ടന് സിനിമയാണോ ഇഷ്ടം നാടകമാണോ? അല്ല, അങ്ങനെ ചെയ്ത അച്ഛനോടാണ് അമ്മയോടാണ് ഇഷ്ടം അതെങ്ങനെയാണ്? അല്ലല്ല ഇത് അഭിനയത്തോടാണ്, കലാരംഗത്തോടാണ്. ഞാൻ പറയുന്നു നമ്മുടെ കർമ്മ മേഖല എന്ന് പറയുന്നത്, എന്റെ കർമ്മ മേഖല എന്ന കലയാണ്. സിനിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഒരു വലിയ ജനകീയ കലാരൂപമാണ് അല്ലെ. നാടകം എന്ന് പറയുന്നത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. പക്ഷെ സന്തോഷേട്ടാ, അതിനകത്ത് ഒരു കാര്യമുണ്ട്. സിനിമ സീക്വൻസുകളായി എടുക്കുന്നു, നമുക്കൊരു പൂർണ്ണതയിൽ അഭിനയിക്കാൻ പറ്റില്ല. പക്ഷെ നാടകം നമുക്കൊരു ഉൾക്കൊണ്ട് 2 തരത്തിലാണ്. അത് രണ്ടും മീഡിയമാണ്. ഒന്ന് കുറേ കൂടി ടെക്നോളജിയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. നാടകം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ, പക്ഷെ നാടകം കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കും. ഞാനിപ്പോ ഒരു നാടകക്കാരനായിട്ട് മാത്രമാണ് ഈ കലോത്സവം കാണാൻ വന്നിരുന്നെങ്കിൽ മീഡിയ 1 പോയിട്ട് ഇവിടുത്തെ യൂട്യൂബർ പോലും എന്നെ വിളിക്കില്ല. ഞാൻ സംസ്ഥാന അവാർഡ് 2 തവണ വാങ്ങിയ ആക്ടറാണ് നാടകത്തിന്റെ. അല്ല, അത് നിങ്ങളെ കുറ്റം പറയുന്നില്ല, എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും ഞാൻ സിനിമയെ തേടി പോകുന്നു. സിനിമയെ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുമ്പോഴും നാടകം എന്ന് പറയുന്ന മേഖലയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നാടകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര സമരമാണ്. അത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മൾ പ്രതിരോധം തീർക്കുന്നതും സമരം ചെയ്യുന്നതും ഉച്ചത്തിൽ സംസാരിക്കണം. ഇതൊരു ജൈവകലയാണ്. മനുഷ്യരുടെ മുഖത്ത് നോക്കി, കണ്ണുകളിൽ നോക്കി സംസാരിക്കണം. എനിക്കൊരു വിഷയം മറ്റേ എല്ലാ സ്ഥലങ്ങളിലും മറയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മറ്റ് കലാരൂപങ്ങൾ കാണുമ്പോൾ അവർ ഈ ഓഡിയൻസിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവരത് കറക്റ്റ് പഠിച്ചു വെച്ച ഒരു അതിന്റെ ചിട്ടവട്ടങ്ങളുണ്ട്, അതിലൂടെ പോയാൽ മതി. പക്ഷെ ഒരു പ്ലേ ചെയ്യാൻ പറ്റില്ല, മറയില്ലാതെ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ആർജിച്ചെടുക്കുക എന്നുള്ളത് കുട്ടികൾ, നാളെ ഞാൻ പറഞ്ഞു ഈ കുട്ടികളുടെ തിയേറ്റർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിലും അല്ല അവർക്ക് ഇത്രത്തോളം അവരാക്കി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് തിയേറ്ററാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ റിപ്പോർട്ടറിനോട് മാതൃഭൂമിയോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ലഹരി അടിമപ്പെടുന്നു, നമ്മുടെ പുതിയ തലമുറ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എവിടെയോ ഒരുപാട് എൻഗേജ്മെന്റ് നമുക്കുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മാങ്ങ മരത്തിൽ കല്ലെറിയും, പുളിമരത്തിൽ കയറി പുളി പറിക്കും, തോട്ടിലിറങ്ങി മീൻ പിടിക്കും, ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഡപ്പി കളിക്കും, എന്താ കോട്ടികളി, എന്റെ നാട്ടിൽ പറഞ്ഞ കബഡി ഒക്കെ ഉണ്ട്. ഇന്ന് കുട്ടികളുടെ പഠനഭാരം കൂടി, കുട്ടികൾക്ക് പിന്നെ വായനശാല പ്രവർത്തനങ്ങളിലൂടെ വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ക്ലബ്ബ് ഇന്ന് കുട്ടികൾക്ക് അതൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് എൻഗേജ്മെന്റ് ഇല്ലാതിരിക്കുമ്പോൾ കുട്ടികൾ അറിയാതെ ഒരു ചെറിയ ഭാഗം കുട്ടികൾ മറ്റൊരു ദുശീലങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ കോടികൾ ഈ ബോധവൽക്കരണത്തിന് വേണ്ടി കുട്ടികളുടെ ഇടയിൽ ചെലവാക്കുന്നത്, കുട്ടികളെ വെച്ചിട്ട് ഈ തിയേറ്റർ എക്സസൈസ്, നാടകത്തിന്റെ എക്സസൈസ് കൊടുക്കൂ. അവർ 2-3 മാസം വിളിച്ച് ഇതിൽ ഉറപ്പാണ് നിങ്ങളൊരു 100 കുട്ടികളെ സെലക്ട് ചെയ്താൽ അതിൽ 90 കുട്ടികളും കൃത്യമായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണം മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. തീർച്ചയായിട്ടും സന്തോഷമായിട്ട് എന്തായാലും താങ്ക് യു. ഈ കുറെ ഞങ്ങളുടെ ഒരു ഉത്സവത്തിനിടയ്ക്ക് വലിയൊരു യാഥാർത്ഥ്യം അല്ലെ, പച്ചയായ കുറെ സത്യങ്ങളാണ് സന്തോഷമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സന്തോഷമായിട്ട്. മീഡിയ വണ്ണിനോട് താങ്ക് യു. ഈ കലോത്സവം നിങ്ങൾ അതിഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്തു. കാരണം ഇത് കൗമാരകലയുടെ ആഘോഷമാണ്. അത് നന്നായിട്ട് ആസ്വദിക്കുക, നിങ്ങൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്.